കുറച്ച് ദിവസം മുന്നേ എൻ്റെ ലൂണേനെ റൂമിൽ നിന്ന് കാണാതായിട്ടുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് വരുമ്പോൾ എനിക്ക് ആകെയുള്ളൊരു സന്തോഷം എൻ്റെ ലൂണയായിരുന്നു. മിണ്ടാനും ഒപ്പം കളിക്കാനും കുറുമ്പ് കാട്ടാനൊക്കെ ആകെയുള്ള ഒരാൾ എൻ്റെ ലൂണ മാത്രമായിരുന്നു. റൂമിൽ വന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് ഉമ്മയും ഉപ്പയും ലൂണേനെയാണ്. ലൂണ എവിടെ, ലൂണേനെ കാണിക്കുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഒരു സന്തോഷമായിരുന്നു എൻ്റെ ലൂണ എനിക്ക്. അതിനേക്കാളുപരി വലിയൊരു സ്നേഹമായിരുന്നു എൻ്റെ ലൂണ എനിക്ക്. പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരുന്നൊരു സന്തോഷം, അതുപോലെ തന്നെ കിട്ടിക്കൊണ്ടിരുന്നിട്ടുള്ളൊരു സ്നേഹം അതില്ലാണ്ടായപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡ് ഫുൾ ഔട്ടായ പോലെയായിരുന്നു എനിക്കപ്പം ഉണ്ടായിരുന്നത്. ജോലിക്ക് പോകുമ്പോൾ ലൂണക്കുള്ള ഫുഡ് ഞാൻ ആദ്യം രാവിലെ കഴിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഫുഡ് പാത്രത്തിൽ വെച്ച് കൊടുക്കും. എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടാണ് ഞാൻ പോകുമ്പോൾ റൂമിലത്തെ വിൻഡോ ഞാനൊന്ന് ഓപ്പൺ ആക്കിയിട്ടിടും. കാരണം ലൈറ്റും അതുപോലെ തന്നെ AC ഒന്നും ഇടാത്തതല്ലേ. അപ്പോൾ വിൻഡോയിൽ കൂടെ നല്ല കുറച്ച് വെളിച്ചവും കാറ്റൊക്കെ വന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ടിടും. ആ വിൻഡോയിൽ കൂടെയാണ് ലൂണ ചാടിപ്പോയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരിക്കലും ലൂണേനെ അച്ചടക്കത്തോടെ വളർത്താൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ വാ ലൂണ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരാനോ, അല്ലെങ്കിൽ അത് ചെയ്യരുത് ലൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാനോ, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നിനും ഞാൻ അവളെ ശാസിച്ചിട്ടില്ല. ലൂണക്ക് ഇഷ്ടമുള്ളതുപോലെ ഓടിയും ചാടിയും ഒക്കെ കളിക്കും റൂമിൽ. കുറുമ്പാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറുമ്പും കാണിക്കും. എല്ലാ കളിയും അതുപോലെ തന്നെ കുറുമ്പൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നൊരു സമയമുണ്ട് ലൂണക്ക്. ആ ഒരു സമയം എനിക്കും ലൂണക്കും വളരെ വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. കാരണം ആ സമയത്ത് അവളെ തലോടാനും അവളെ കൊഞ്ചിക്കാനും എല്ലാത്തിനും അവൾക്കും എനിക്കും ഒരുപാട് ഇഷ്ടമാണ്.